നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങ് ശാന്തി കവാടത്തിൽ നടക്കുമ്പോൾ എത്ര BJPയുടെ നേതാക്കന്മാർ ആ ചടങ്ങിൽ പങ്കെടുത്തു? ഉന്നതരായിട്ടുള്ള ഏതെങ്കിലും, വി മുരളീധരൻ ഒഴികെയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. കരിമ്പൻ ചണ്ടി വലിച്ചെറിയുന്നത് പോലെ ശ്രീ അനിലിനെ BJP തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 പെൺകുട്ടികളും ഏതാണ്ട് ഒരു അനാഥമാകുന്ന സാഹചര്യത്തിലേക്ക് ഇത്രയും നാൾ താൻ വളർത്തിപ്പോറ്റിയ സംഘടന ഇദ്ദേഹത്തെ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ. രണ്ടാമത്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വല്ലാതെ മാനസിക ആഘാതം നേരിടുകയാണ്. ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്, ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് രണ്ടും BJPയെ ഉദ്ദേശിച്ചാണ് അനില് അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത്. എന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള തുക BJP കൊടുക്കാൻ പാടില്ല. BJP കൊടുക്കാൻ പാടില്ല. അതിനായി 10,000 രൂപ അദ്ദേഹം ഒരു കവറിലിട്ട് വെച്ചു. എന്നിട്ട് ഈ കത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം എഴുതി വെച്ചു, ചിലവിനുള്ള പണം വെച്ചിട്ടുണ്ട്, ചിലവിനുള്ള പണം വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെക്കുകയാണ്. നീലിമ ഒരു പരാതി ആഗസ്റ്റ് മാസം 14-ാം തീയതി കൊടുക്കുന്നു. സെക്രട്ടറിയാണ് പരാതി കൊടുക്കുന്നത്, ഡെപ്പോസിറ്റർ അല്ല പരാതി കൊടുക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രബാബുവിനെയും ഭരണസമിതി അംഗങ്ങളെയും പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങളെയും സെക്രട്ടറിയെയും തമ്പാനൂർ പോലീസ് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് പൈസ കിട്ടിയാൽ മതി, ഞാൻ ഇനി അവിടെ പോയി ബഹളം ഉണ്ടാക്കില്ല, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. പിന്നീട് ഒരിക്കൽ പോലും കേരള പോലീസിന്റെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുപോലും ഒരു ഫോൺ കോൾ പോലും എത്തിയിട്ടില്ല. അപ്പോ പോലീസും CPM-ഉം ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് 100% തെറ്റായിട്ടുള്ള വിവരമാണ്. വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി അഴിമതി നടത്തുന്നു. ചില ആളുകൾ ഹരിതകർമ്മസേനയുടെ പണം അടിച്ചു മാറ്റുന്നു. ചില ആളുകൾ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളിൽ പെടുന്നു. ചില ആളുകൾ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി വാങ്ങിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷന്റെ സ്കീമിന് ഭൂമി വാങ്ങിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ നിരവധിയായ നിലയിൽ BJPയുടെ കൗൺസിലർമാർ അവരുടേതായിട്ടുള്ള അഴിമതി കൃത്യമായി നടത്തി വരികയാണ്. ഇവിടെ പത്രങ്ങളെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പില് 2 ഭാഗത്താണ് BJP മറുപടി പറയേണ്ടത്. ഇതിനകം തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റു നടപടികൾക്കെങ്ങും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസം ഉണ്ടാക്കി, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. ആരാണ് ഈ നമ്മുടെ ആൾക്കാർ? BJPയുടെ ആരെല്ലാമാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്? ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായിട്ടുള്ള രേഖകളില്ലാതെ ആർക്കെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്? ഇവരോട് പണം ചോദിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇപ്പോ നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, അതിൽ നിന്ന് BJPക്ക് എന്തു പറയാനുണ്ട് എന്നുള്ളത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വല്ലാതെ മാനസിക ആഘാതം നേരിടുകയാണ്. ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്, ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് രണ്ടും BJPയെ ഉദ്ദേശിച്ചാണ് അനില് അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അനില് ചെയ്തു.
എന്താണ്, ഞാൻ മരണപ്പെട്ടാൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെടുന്ന സ്ഥിതി വന്നാൽ എന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള തുക BJP കൊടുക്കാൻ പാടില്ല. BJP കൊടുക്കാൻ പാടില്ല. അതിനായി 10,000 രൂപ അദ്ദേഹം ഒരു കവറിലിട്ട് വെച്ചു. എന്നിട്ട് ഈ കത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം എഴുതി വെച്ചു, ചിലവിനുള്ള പണം വെച്ചിട്ടുണ്ട്, ചിലവിനുള്ള പണം വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വയ്ക്കുകയാണ്. സാധാരണ നിലയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ, പ്രധാനപ്പെട്ട കൗൺസിലറോ പാർട്ടിയുടെ നേതാവോ മരണപ്പെട്ടാൽ അതാത് രാഷ്ട്രീയ പാർട്ടികൾ ചെലവ് നടത്തുകയാണ് പതിവ്. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയാണ്. പാർട്ടി ഇപ്പോ അനിലിനെ സംബന്ധിച്ചിടത്തോളം RSSലൂടെ വന്നതാണ്. ദീർഘകാലം RSSും പിന്നീട് BJPയുമായി വന്നതാണ്. ആളുകളുടെ ഇടയിൽ നല്ല അംഗീകാരമുള്ള കൗൺസിലറാണ്. എല്ലാവരോടും നന്നായിട്ട് ഇടപെടുന്ന കൗൺസിലറാണ്. ആ കൗൺസിലറുടെ മരണം വന്നാൽ BJP ആയിരിക്കും ആ ചെലവുകളെല്ലാം നടത്തുക. എന്റെ ചെലവ് അങ്ങനെ BJP നടത്തണ്ട. ആ ചെലവിനുള്ള 10,000 രൂപ ഞാൻ നീക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കവറിലിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് അനിൽ പറയുകയാണ്. അപ്പോ ആരാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരുന്നത്? ആരാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്? BJPക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. CPMന്റെ മേലിൽ ചാരിയും CPMനെ പഴിപറഞ്ഞും BJPയുടെ കരമന ജയനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനോ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങ് ശാന്തി കവാടത്തിൽ നടക്കുമ്പോൾ എത്ര BJPയുടെ നേതാക്കന്മാർ ആ ചടങ്ങിൽ പങ്കെടുത്തു? ഉന്നതരായിട്ടുള്ള ഏതെങ്കിലും, V മുരളീധരൻ ഒഴികെയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. കരിമ്പൻ ചണ്ടി വലിച്ചെറിയുന്നത് പോലെ ശ്രീ അനിലിനെ BJP തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 പെൺകുട്ടികളും ഏതാണ്ട് ഒരു അനാഥമാകുന്ന സാഹചര്യത്തിലേക്ക് ഇത്രയും നാൾ താൻ വളർത്തിപ്പോറ്റിയ സംഘടന ഇദ്ദേഹത്തെ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ. ഇപ്പോ CPMനെതിരായിട്ടൊന്നും പറയാനില്ല. 2, പോലീസ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇവിടെ ആഗസ്റ്റ് മാസം 14-ാം തീയതി ഈ സംഘത്തിന്റെ സെക്രട്ടറി നീലിമ ഒരു പരാതി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ്. സെക്രട്ടറി കൊടുക്കുകയാണ്. ആ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരാളും അവിടുത്തെ പ്രസിഡന്റിനെതിരെയോ ഭരണസമിതിക്കെതിരെയോ ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നില്ല. അവിടെ ചന്ദ്രബാബു, വലിയ വിളയിലുള്ള ചന്ദ്രബാബു ഈ സ്ഥാപനത്തിൽ ചെന്ന് നിക്ഷേപിച്ച പണം തിരിച്ചു ചോദിച്ച് ബഹളമുണ്ടാക്കി, അത് ഒരു മാനക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞ് ആ സംഘത്തിന്റെ സെക്രട്ടറി നീലിമ ഒരു പരാതി ആഗസ്റ്റ് മാസം 14-ാം തീയതി കൊടുക്കുന്നു. സെക്രട്ടറിയാണ് പരാതി കൊടുക്കുന്നത്, ഡെപ്പോസിറ്റർ അല്ല പരാതി കൊടുക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രബാബുവിനെയും ഭരണസമിതി അംഗങ്ങളെയും പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങളെയും സെക്രട്ടറിയെയും തമ്പാനൂർ പോലീസ് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് പൈസ കിട്ടിയാൽ മതി, ഞാൻ ഇനി അവിടെ പോയി ബഹളം ഉണ്ടാക്കില്ല, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. പിന്നീട് ഒരിക്കൽ പോലും കേരള പോലീസിന്റെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുപോലും ഒരു ഫോൺ കോൾ പോലും എത്തിയിട്ടില്ല. അപ്പോ പോലീസും CPMഉം ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് 100% തെറ്റായിട്ടുള്ള വിവരമാണ്. തങ്ങൾക്ക് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് BJP പെടുന്ന ഒരു വലിയ പെടാപ്പാടാണ് ഇത് എന്നുള്ളതാണ്. ഇന്ന് ശ്രീ V മുരളീധരൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയെന്ന് അറിഞ്ഞുകൂടാ. BJPയുടെ കരുത്തനായ നേതാവ്, തിരുവനന്തപുരം സിറ്റി പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് ദുരൂഹതയുണ്ട് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമ്പോൾ കുറഞ്ഞതൊരു 500 പേരെങ്കിലും പങ്കെടുക്കണ്ടേ? 500 പേരെങ്കിലും പങ്കെടുക്കണ്ടേ? 132 ആളുകളാണ് ഇന്നത്തെ സമരത്തിൽ പങ്കെടുത്തത്. BJPക്കാരായിട്ടുള്ള ആളുകൾക്കറിയാം ഈ അനിലിനെ ഈ നിലയിൽ നശിപ്പിച്ചതാണ്.
അനിലിന്റെ ഭാവി ഈ നിലയിൽ തകർത്തതാണ് എന്ന് BJPയിലെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ വി മുരളീധരൻ രാഷ്ട്രീയ വേട്ട എന്ന് ഉപയോഗപ്പെടുത്തി. രാഷ്ട്രീയ വേട്ട സ്വന്തം പാർട്ടിയിൽ നിന്നാണ് രാഷ്ട്രീയ വേട്ട ഉണ്ടായിട്ടുള്ളത് എന്ന് ശ്രീ വി മുരളീധരൻ മനസ്സിലാക്കണം. മലന്ന് കിടന്ന് തുപ്പിയാൽ മുഖത്തെ വീഴുള്ളൂ. സ്വാഭാവികമായി വി മുരളീധരനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ BJPയുടെ ഇപ്പോഴത്തെ നേതൃത്വം കാണിക്കുന്ന ഈ നെറുകേടുകളെക്കെതിരായിട്ട് പുറത്തു പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി മുരളീധരൻ 12 മണിയോട് രാജീവ് ചന്ദ്രശേഖർ 12 മണിയോടുകൂടി വി മുരളീധരനും ഉണ്ടായിരുന്നു, കരമന ജയനും ഉണ്ടായിരുന്നു. ആ മരണ വീട്ടിൽ പോയി. മരണ വീട്ടിൽ ചെന്നപ്പോ ശ്രീ അനിൽകുമാറിന്റെ ഭാര്യ വല്ലാതെ വേവലാതിപ്പെട്ട് ദേഷ്യപ്പെട്ട് അവർ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി കൊലയ്ക്ക് കൊടുത്തില്ലേ? നിങ്ങളെല്ലാവരും കൂടി കൊലയ്ക്ക് കൊടുത്തില്ലേ? 56 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി നടന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന പ്രസക്തമായ ചോദ്യം ആ സഹോദരി ഇവരുടെ മുഖത്ത് നോക്കി ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഈ രാജീവ് ചന്ദ്രശേഖരനും കരമന ജയനും സാധിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് ഈ ശവസംസ്കാര ചടങ്ങിലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്തില്ല. ആ പോക്കിനാണ് ശിവഗിരിയിൽ ചെന്ന് അവിടെ പത്രക്കാരെ കണ്ടിട്ട് കൈരളിയുടെ റിപ്പോർട്ടർ സുലേഖ ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്തൊരു ചാട്ടമായിരുന്നു! സ്വന്തം ചാനലിലെ ആളുകളോട് ഇങ്ങനെ ചോദിക്കുമോ? അതിൽ ചോദിച്ചാലും സ്വാഭാവികമായി ആരും അംഗീകരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് അദ്ദേഹത്തിന്റെ ഭാര്യ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇത്രയ്ക്ക് നാണം കെട്ട ഒരു പ്രവർത്തനം BJPയുടെ ഭാഗത്തുനിന്ന് വരികയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJPയുടെ നേതാക്കന്മാർ ഈ തിരുവനന്തപുരം സിറ്റിയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി നിരവധി സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സഹകരണ സംഘങ്ങളെല്ലാം നാട്ടിലെ ആളുകളെ പറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പ് കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ വെങ്ങാനൂർ കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി കഴിഞ്ഞ ദിവസങ്ങളിലാണ് പത്രങ്ങളിൽ വാർത്ത വന്നത്. BJPയുടെ സംസ്ഥാന നേതാവ് വെങ്ങാനൂർ സതീഷ് കുമാറാണ് അതിന്റെ പ്രസിഡന്റ്. ഇപ്പോൾ ഒളിവിലാണ്. ആ ബോർഡിലുണ്ടായിരുന്ന അല്ലെങ്കിൽ BJPയുടെ നേതാവായിരുന്ന കോവളം സാജൻ ഏതാണ്ടൊരു 10-40 ദിവസക്കാലത്തോളം ജയിലിൽ കിടന്നതിന് ശേഷം ഇറങ്ങിയതേ ഉള്ളൂ. പണം തട്ടിപ്പാണ്. ആ സംഘത്തിൽ 30 കോടി രൂപയുടെ തട്ടിപ്പ് ആ ബാങ്കിൽ നടന്നിട്ടുണ്ട്. 30 കോടി രൂപയുടെ തട്ടിപ്പാണ് ആ ബാങ്കിൽ നടന്നിരിക്കുന്നത്. ഇവിടെയും ഇതിനു പുറമെ വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം BJPയുടെ കയ്യിലാണ്. വിജയകുമാറാണ് അതിന്റെ പ്രസിഡന്റ്. 54.14 കോടി രൂപയുടെ തട്ടിപ്പ് ആ ബാങ്കിലുണ്ട്. ഈ വഞ്ചിനാട് സഹകരണ ബാങ്ക് സംഘം. വെങ്ങാനൂർ റൂറലിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞു. തിരുവിതാംകൂർ സഹകരണ സംഘം മറ്റൊരു തട്ടിപ്പിന്റെ കേന്ദ്രമാണ്. MS കുമാർ പ്രസിഡന്റായിട്ടുള്ള തിരുവിതാംകൂർ സഹകരണ സംഘം. ഇങ്ങനെ തിരുവനന്തപുരം ട്രാവൽ ആൻഡ് ടൂറിസം സഹകരണ സംഘം പൂന്തറ ശ്രീകുമാർ പ്രസിഡന്റായിട്ടുള്ളത് ഒരു തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ആളുകൾക്ക് നിക്ഷേപിക്കും, പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ 11ഓളം സഹകരണ സ്ഥാപനങ്ങൾ ഇവർ നേതൃത്വം നൽകുന്നത് എല്ലാം പൊളിഞ്ഞു പാളീസായി അവിടെ നിക്ഷേപിച്ച ആളുകൾക്ക് ഒരു പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ അഴിമതിയുടെ കൂത്തരങ്ങായി ഭരണമില്ലെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും കൃത്യമായിട്ട് ഇത്തരം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ BJP നേതൃത്വം
കണ്ണടച്ചിരുട്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ഇപ്പോ നിങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് തൃക്കണ്ണാപുരം കൗൺസിലർ ജയലക്ഷ്മി അവര് സൈബർ സെല്ലിൽ ഒരു പരാതി നൽകി ഇടയ്ക്ക്. എന്തിനായിരുന്നു ആ പരാതി നൽകിയത്? തൃക്കണ്ണാപുരം കൗൺസിലർ ജയലക്ഷ്മി ഒരു പരാതി സൈബർ സെല്ലിന് നൽകിയത് എന്തായിരുന്നു? ആ പരാതി BJP അന്വേഷിക്കുന്നുണ്ടോ? BJPക്ക് അത് അന്വേഷിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? എന്തെല്ലാം മോശത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. BJP ഒരു തട്ടിക്കൂട്ട് സംഘമായിട്ട് മാറുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്നാണ് പറയുന്നത്. പിടിച്ചാൽ ഈ തിരുവനന്തപുരത്തെ 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അധോഗതിയിലേക്കാണ് പോകുന്നത്. കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം, മോശപ്പെട്ട പ്രവർത്തനം, ഇതെല്ലാം വരികയാണ്. ഓരോരുത്തരെയെ സംബന്ധിച്ച് ഓരോ ദിവസവും ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പക്കൽ അതിന്റെ എല്ലാം കുറെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ പക്കലുണ്ട്. പറയേണ്ട സന്ദർഭങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അത് പറയേണ്ടി വരും. അത് തെരഞ്ഞെടുപ്പൊക്കെയാണല്ലോ വരുന്നത്, നമുക്കത് കാണാം. CPM-ന്റെ പേരിലും പോലീസിന്റെ പേരിലും പഴിചാരി ഈ നാടിന് പ്രിയപ്പെട്ട അനിലിന്റെ ആത്മഹത്യ അവരുടെ മേൽ, ഞങ്ങളുടെ മേൽ വെച്ച് തലയൂരാമെന്ന് BJP വിചാരിക്കരുത്. നാട്ടിലെ ആളുകൾക്കെല്ലാം അറിയാം, അനിലിന്റെ ഭാര്യയ്ക്കറിയാം, അനിലിന്റെ ബന്ധുക്കൾക്കറിയാം, എല്ലാവർക്കും അറിയാം, കൂടെയുള്ളവർക്കെല്ലാം അറിയാം. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം BJP ലീഡർഷിപ്പിനാണ് എന്നുള്ളത് അറിയാം. ഇന്ന് VV രാജേഷ് ഒരു പത്രത്തിൽ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു, സംഘത്തില് പണം നഷ്ടപ്പെട്ടാൽ പാർട്ടി പണം കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല. സംഘത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ധാരാളം സംഘങ്ങളിൽ, ഞങ്ങൾ ഭരിച്ച സംഘങ്ങളില് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്ററെ പോസ്റ്റ് ചെയ്യും, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പോസ്റ്റ് ചെയ്യും. അഡ്മിനിസ്ട്രേറ്ററെ പോസ്റ്റ് ചെയ്ത് പിരിഞ്ഞു കിട്ടാനുള്ള പണം പിരിച്ചെടുത്ത് ആളുകൾക്ക് പണം കൊടുക്കുകയാണ് സാധാരണ നിലയിൽ ചെയ്യുന്നത്. സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വിൽക്കും, ഗവൺമെന്റ് ഉത്തരവ് വാങ്ങിച്ച് വിൽക്കും. വിറ്റ് പാവപ്പെട്ട ആളുകൾക്ക് പണം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് സാധാരണ നിലയിൽ ചെയ്യുന്നത്. കരുവന്നൂർ തിരിച്ചു വരുന്നത് അങ്ങനെയാണ്. ഓരോ സ്ഥലത്തെ സംബന്ധിച്ചും ആ നിലയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഇവിടെ അനിലിനെ സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നില്ല. അനിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞ 10-48 വർഷക്കാലമായി RSSലൂടെ വളർന്നു വന്ന ഒരു നേതാവിനെ ചതിക്കുകയായിരുന്നു, കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു BJP ചെയ്തത്. അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് എന്നുള്ളതാണ് എന്റെ വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന. അതിന് മറുപടി അവർ പറഞ്ഞേ പറ്റുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് പറയണം. ഇനി ഒരു കാര്യം കൂടി ഇന്നിപ്പോ V മുരളീധരൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മറു ഗ്രൂപ്പിനെ അടിച്ചിടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇന്ന് പത്രക്കാരോട് പറഞ്ഞത് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം കൂടി നടത്തണം. വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം കൂടി നടത്തണം. ഞങ്ങൾ എഗ്രി ചെയ്യുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ട് വസ്തുനിഷ്ഠമായ അന്വേഷണത്തിലേക്ക് വരികയാണ്. ഏറ്റവും അവസാനത്തെ 2 ദിവസങ്ങളിൽ അദ്ദേഹം ആരെയെല്ലാം കണ്ടു, അവസാനത്തെ 2 ദിവസം അദ്ദേഹത്തിന്റെ ഫോൺ കോളിൽ ആരെല്ലാം സംസാരിച്ചു, ആരാണ് അവസാനമായി അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചത്, ഇത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുകയാണ്. വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് യഥാർത്ഥമായിട്ടുള്ള വസ്തുത ശ്രീ V മുരളീധരൻ പറഞ്ഞതുപോലെ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തി ആരാണിത് ചെയ്തത്, ചെയ്യിപ്പിച്ചത്, ആര് സഹായിച്ചില്ല, ആര് ഒറ്റുകൊടുത്തു എന്നതിനെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ്, ആഭ്യന്തര വകുപ്പും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങള് ചോദ്യങ്ങളൊക്കെ ഇന്ന് ശരിക്കും ചോദിച്ചതുകൊണ്ട്, അല്ല മറ്റവരോട് ചോദിച്ച ആകെ അവർ വിഷമിച്ചതുകൊണ്ട് മറ്റൊന്നും ചോദിക്കാനൊരു വിഷയം ഉണ്ടാകാൻ സാധ്യതയില്ല. CPM എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തില്
ഉള്ള എല്ലാ മോശത്തനങ്ങളും CPM-ലും ബാധിക്കും. അഴിമതിയാണെങ്കിലും സ്വജനപക്ഷപാതമാണെങ്കിലും മറ്റതെല്ലാം സ്വാഭാവികമായി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആളുകളുടെ ഇടയിലും ചില പ്രശ്നങ്ങൾ വരും. അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ വന്നാൽ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കർക്കശമായി പരിശോധിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിനെ ഞങ്ങൾ വേരോടെ പിഴുതെറിയുന്നത് കർശനമായ നടപടികളിലൂടെയാണ്. ഞാനിപ്പം ചോദിക്കട്ടെ, ഒരു ചാനല് അന്നത്തെ ദിവസം ഇത് പ്രക്ഷേപണം ചെയ്തു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിക്കാം, ഒരു വിശദീകരണ കത്ത് കൊടുക്കാം, വിശദീകരണ കത്തിന് മറുപടി വാങ്ങിക്കാം, പിന്നീട് അത് ചർച്ച ചെയ്യാം. ഇതിനൊന്നും ഞങ്ങൾ പോയില്ലല്ലോ. ഞങ്ങൾക്കതിൽ തോന്നി അത് ശരിയല്ല. ഇനി മണ്ണ് കൊണ്ടിട്ടാലും മണ്ണിടാനാണെങ്കിലും മണ്ണിട്ട് പൊക്കാനാണെങ്കിലും അത് ശരിയല്ല. കർശനമായ നടപടി സ്വീകരിച്ചു. ഇവിടെ മറുഭാഗത്ത് എന്തായിരുന്നു സ്ഥിതി? അപ്പോ CPM എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത ഇത്തരം സംഭവങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, അയാൾക്ക് രാജിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഈ പാർട്ടി തയ്യാറല്ല. കൃത്യമായി വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങിച്ച് കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതൊന്നും പറഞ്ഞിട്ട് BJPക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് ഞങ്ങള് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള കാരണം BJP ലീഡർഷിപ്പ് മറുപടി പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. BJP നേതൃത്വം ഇതിന് മറുപടി പറയണമെന്ന് പറയാൻ കാരണം, ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാ നേതാക്കന്മാരുടെയും മുമ്പിൽ അനില് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇറങ്ങി നടക്കുകയാണ്. അവരുടെ നേതാക്കന്മാർ, CPM-ന്റെ നേതാക്കന്മാരുടെ അടുത്തല്ല. കാരണം CPM-കാർ ആരും അവിടുന്ന് പണം എടുത്തിട്ടില്ല. അവിടുന്ന് പണം പിൻവലിച്ചിരിക്കുന്നതും ലോൺ എടുത്തിരിക്കുന്നതും BJP-യുടെ ആളുകളാണ്. അപ്പൊ അവരിൽ നിന്ന് ഈ പണം തിരിച്ചു വാങ്ങി കൊടുക്കണം. ലീഡർഷിപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ പണം കൊടുത്തത്. കുറെ കാലമായിട്ട് നടക്കുകയാണ്. പക്ഷെ ഇവരതിനകത്ത് ഇടപെടുന്നില്ല. ഒരു ചെറിയ വെല്ലനക്കാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇത് മനഃപൂർവ്വം യഥാർത്ഥത്തിൽ ഈ മാനസിക പ്രയാസത്തിൽ നിന്ന് അനിലിനെ BJPക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. അത് BJP ചെയ്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ പ്രശ്നത്തിൽ BJP ലീഡർഷിപ്പിന് പങ്കുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ തെളിച്ചില്ലേ? അപ്പോഴൊന്നും ഞങ്ങളുടെ കയ്യിൽ ഈ സാധനമില്ല. പത്രക്കാർക്ക് ചില വിവരങ്ങൾ കിട്ടി അന്നേരം. അതുകൊണ്ട് പത്രക്കാരെന്ന് ഈ ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ പറഞ്ഞു BJP പ്രതിക്കൂട്ടിലാകാൻ വേണ്ടി പോകുന്നു, BJPയെ സംബന്ധിച്ചതിനകത്ത് പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ചില പത്രക്കാർക്ക് കിട്ടി. അതാണ് അവരെ പ്രകോപിപ്പിച്ചത്. ഞങ്ങൾക്ക് അതും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം അവിടെ ഈ സംഘവുമായി ബന്ധപ്പെട്ട്, അതായത് തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് BJPക്ക് അകത്തുള്ള ഇന്നർ പ്രശ്നമാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിപ്പോ 100% ശരിയായിട്ട് മാറിയിരിക്കുക. അത് അവരുടെ ഇന്നർമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. BJP ഓൾ ഇന്ത്യ ലീഡർഷിപ്പ് വലിയ പൈസയാണ് കേരളത്തിലേക്ക് കൊടുക്കുന്നത്. കേരളത്തില് MP ഉണ്ടാക്കാൻ, MLA ഉണ്ടാക്കാൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ തുക നേരത്തെയും നൽകിയിരുന്നു. അവരുടെ തന്നെ നേതാക്കന്മാരെ, ഈ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ ആളുകൾ, ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് 100 രൂപ കേന്ദ്രം കൊടുത്താൽ 40 രൂപയും താഴെ എത്തുന്നില്ല. ബാക്കി ഇടനിലക്കാരായ നേതാക്കന്മാർ അടിച്ചു മാറ്റുന്നു. അപ്പൊ പണത്തോട് ആർത്തിയില്ലാത്ത ഒരാൾ ലീഡർഷിപ്പിൽ വരണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കൊണ്ടുവന്നു എന്നാണ് അതിൽ ഒരു വിഭാഗം പറയുന്നത്. ഇപ്പൊ വന്നതിന് ശേഷം അദ്ദേഹം എല്ലാ ജില്ലാ പ്രസിഡന്റുമാർക്കും കാർ എടുത്തു കൊടുത്തു. എല്ലായിടത്തും ആവശ്യമായിട്ടുള്ള പൈസ ചെലവാക്കി ഈ പ്രവർത്തകർ പിൻവലിച്ചു കളഞ്ഞു. BJPയുടെ യഥാർത്ഥ പ്രവർത്തകർ പിൻവലിഞ്ഞു. ഇപ്പൊ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട് വീടാന്തരം സർവേ നടത്തി. വീട് വീടാന്തരം സർവേ നടത്തിയപ്പോൾ ഒരു ദിവസം 1500 രൂപ ഈ പെട്രോളിനുള്ള പൈസയും കൊടുത്താണ് ആളിനെ ഇറക്കിയത്. യഥാർത്ഥ BJPക്കാർ മാറി നിന്നളഞ്ഞു. അപ്പൊ പൈസ ചെലവാകൂലേ? ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇത്രയും പൈസ അല്ല, അതിൽ കൂടുതൽ പൈസ ഇറക്കിയാണ് ഇപ്പോൾ ആളുകളെ പുറത്തുനിന്നെടുത്ത് അവരുടെ ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതാണ് വസ്തുത.
ഇതിലെ ആദ്യത്തെ ചോദ്യം, സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണം. ഇപ്പോ ലോക്കൽ പോലീസ് ആണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ലോക്കൽ പോലീസ് പോരാ എന്ന് തോന്നിയാൽ ക്രൈംബ്രാഞ്ചിനോ മറ്റ് സംവിധാനങ്ങൾക്കോ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നൽകാം. കൃത്യമായൊരു അന്വേഷണം വേണം. എന്താണ് അവസാന നാളുകളിൽ നടന്ന സംഭവങ്ങൾ എന്നതിനെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. തൃക്കണ്ണാപുരം കൗൺസിലർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് സൈബർ സെല്ലിലാണ് കൊടുത്തത്. സൈബർ കുറ്റമാണ്. നേതാക്കന്മാരുടെ പേരിൽ കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പത്രക്കാരാണ്, ഒന്ന് അന്വേഷിക്കുക. സൈബർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തിപരമായി അവരെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം. ചിലപ്പോ ഫോൺ കോളുകളാകാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളാകാം. സൈബർ സെല്ല് ചില ആളുകളുടെ ഫോൺ പിടിച്ചെടുത്തതായിട്ടാണ് അറിയുന്നത്. സൈബർ സെല്ല് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. ഇത് രണ്ടും രണ്ടാണ്. ഈ വക്കത്തെ ബ്രാഞ്ച് മാനേജറാണ്, സെക്രട്ടറി അല്ല. ബ്രാഞ്ച് മാനേജരും അദ്ദേഹത്തിന്റെ കുടുംബവും ആത്മഹത്യ ചെയ്തു. അത് ആത്മഹത്യ ചെയ്യുന്നത് ഇയാൾക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ടായി. ഇയാളൊരു അഭിമാനിയാണ്. ഈ സാമ്പത്തിക പ്രശ്നം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം പോയി. തൊട്ടടുത്ത ദിവസം പൈസ കൊടുക്കേണ്ടുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഇയാൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യക്കുറിപ്പുണ്ട്. ആത്മഹത്യക്കുറിപ്പിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ആരെയും പഴിക്കേണ്ടതില്ല, ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അത് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു നയാ പൈസയുടെ ഇടപാടോ അതല്ലെങ്കിൽ തിരിമറിയോ ഉണ്ടായതിന്റെ ഭാഗമല്ല അവിടെ ഈ വക്കത്തെ സാഹചര്യത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. സമാനമാണ്. കടകംപള്ളിയുടെ കാര്യം എനിക്കറിയില്ല, മറ്റെന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ എന്നുള്ള സംബന്ധിച്ച് എനിക്കറിയില്ല. സമാനമായിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ടും രണ്ട് രീതിയാണ് അക്കാര്യത്തിൽ. അതിൽ നിയമം പിന്നെ എംപ്ലോയി സഹകരണ സംഘത്തിന്റെ ഒരു നേതാവ് അനിൽകുമാറാണ് ഒരു പ്രശ്നം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ സാലറി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നടത്തി ലക്ഷങ്ങൾ ഭരണസമിതി തന്നെ ലക്ഷങ്ങളുടെ ചിട്ടിയോ ഏകദേശം ഒരു 50 ലക്ഷത്തിന്റെ ചിട്ടി തന്നെ പുറത്തുവിധ മാറിയിട്ടുണ്ട്. ഒരു വർഷമായിട്ട് എന്തെങ്കിലും നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ എന്തെങ്കിലും നടപടി ഇത് പിന്നെ കോപ്പറേറ്റീവ് സഹകരണ വിഭാഗത്തിൽപ്പെടുന്നവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അക്കാര്യത്തിൽ. ഇത് അവർ തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യാജമായ ഒരു സർട്ടിഫിക്കറ്റും അവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലായത്. ഓഡിറ്റിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അതിപ്പോ പരിശോധിക്കുകയാണ്. അതെ, അതിൽ ചില പ്രശ്നം അല്ല, അതങ്ങനെ വരാനായിട്ട് സാധ്യതയില്ല. അതിനകത്തൊരു പെശക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് ഞാൻ പറയട്ടെ, ഇപ്പൊ അവർ വീണ്ടും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. പരിശോധന നടത്തി ചെയ്യുമെന്നുള്ളതാണ്. അവിടെ അത്തരം ഒരു പ്രശ്നം അത് വന്നിട്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതെ, പക്ഷെ ഇത് നമ്മള് ഇത് നമ്മൾ പൊതുജനങ്ങൾ പൈസ ഇടുന്ന ബാങ്ക് അല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ജീവനക്കാരുടെ ഒരു സർവീസ് ബാങ്ക് സഹകരണ സംഘമാണ്. ഞാൻ പറയട്ടെ, സർക്കാർ ജീവനക്കാരുടേതല്ല. ഞാൻ പറയട്ടെ, അതെന്താ സാലറി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത്. ഞാൻ പറയട്ടെ അവിടെ പൊതുജനങ്ങൾ പൈസ ഇടുന്ന സ്ഥാപനമല്ല അത്. ആ കോപ്പറേറ്റീവ് വിഭാഗത്തിലെ ആളുകൾ പണം നിക്ഷേപിക്കുകയും അവിടെ നിന്ന് ലോൺ എടുക്കുകയും ചെയ്യുന്നതാണ് അവിടെ ഉള്ളത്. അവർ ചിട്ടി നടത്തുകയും മറ്റുമൊക്കെ. അത് തന്നെ, സി ക്ലാസ്സുകാർക്ക് നമ്മൾ ലോൺ കൊടുക്കത്തില്ലല്ലോ സാധാരണ. പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇത് അവിടുത്തെ സംബന്ധിച്ച് ഇവരൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സംഘം ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ രേഖകൾ ഒരിക്കൽ കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ സംഘം ഇപ്പൊ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഇപ്പൊ പരിശോധിക്കുകയാണ്.
അതുപോലെ തന്നെ ഈ പരാതി ഈ അസിസ്റ്റന്റ് രജിസ്ട്രാർ കൊടുത്തിരിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് അത് സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘമാണ്. അവിടുത്തെ സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ ലോൺ എടുത്തതിന്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതുമായിട്ട് നേരിട്ട് ഞങ്ങൾക്ക് ഈ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് ബന്ധമില്ല. അല്ല, പക്ഷെ അത് അവരുമായിട്ട് നമ്മൾ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. മറ്റത് എനിക്ക് നേരിട്ട് ബന്ധം അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിപ്പോ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്റെ ശ്രദ്ധ നമ്മുടെ നേരിട്ട് ഇടപെടാൻ പറ്റുന്നതല്ല. NGO യൂണിയൻകാരോട് ചോദിക്കാം നമുക്ക് ആ കാര്യത്തിൽ. അല്ല, അതിലെ ആ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് നിലവിലെ രേഖകൾ പരിശോധിച്ചതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള നിലയിൽ നേരത്തെ ഒരു പരാതി വന്നിരുന്നു. ആ പരാതി ഇപ്പൊ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാം. ലോക്കൽ അടിസ്ഥാനത്തിൽ വൈകുന്നേരമാണ് 5 മണിക്ക്. എന്താ? ഇല്ല, ഞാനല്ല, കോർപ്പറേഷൻ കൗൺസിലർമാരും നേതാക്കന്മാരും പങ്കെടുക്കും. മേയർ ചിലപ്പോൾ എവിടെയെങ്കിലും പങ്കെടുത്തിരിക്കും. നോക്കിയിട്ട് പറയാം. അതെ, അത് അദ്ദേഹം ഇപ്പോൾ അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലിയുള്ള ആളാണ്, മന്ത്രിയുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്, അടുപ്പമുള്ളവരാണ്. അദ്ദേഹം വളരെ വിഷമിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് അദ്ദേഹം ഇന്നൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പൊ അത് അദ്ദേഹം വിശദീകരിക്കുമായിരിക്കും. അത് ഇവര് കയറി വരുമ്പോ അവര് ശ്രദ്ധിച്ചില്ല. മേയർ ആ കട്ടിലിൽ ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്നു. മേയർ അവിടെ ഇരിക്കുകയായിരുന്നു. മേയർ ഇരിക്കുമ്പോഴാണ് ഇവർ കയറി വരുന്നത്. അപ്പോഴാണ് ഇവർ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത്. 2 കൗൺസിലർമാരും വനിതാ കൗൺസിലർമാരും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇനി വരാൻ പോണ ദിവസങ്ങളിൽ പുറത്തു വരും. കാരണം എന്ന് പറഞ്ഞാല് ഒരു മരണം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ചും അനിലിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും താങ്ങാൻ പറ്റില്ല. 2 പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വരും. കാരണം സകലതും ഉപേക്ഷിച്ച് പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇയാളുടെ ചേട്ടനും അങ്ങനെയാണ്. ചേട്ടനും RSS BJP നേതാവായിട്ട് നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളത് ഭാവിയിൽ വരാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളത് ഭാവിയിൽ തെളിയും. അത് കാരണം എല്ലാ നേതാക്കന്മാരോടും അദ്ദേഹം ഈ നടന്ന ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നാണ് കുടുംബവുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങൾ. അത് ഈ വരാൻ പോണ ദിവസങ്ങളിൽ കൂടുതൽ സ്പഷ്ടമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇപ്പോ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടല്ലോ. എന്തിനാണ് കണ്ടതെന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. സ്വകാര്യ സംഭാഷണമായിരിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമിൽ മാനസികമായി എനിക്ക് വിഷമമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മാനസിക വ്യത അനുഭവിക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റിനെ കാണുമ്പോൾ വേറെ എന്തെങ്കിലും കുശലം പറയാനാണല്ലോ, സുഖമാണോ എന്ന് ചോദിക്കാനായിരിക്കില്ലല്ലോ ചെല്ലുന്നത്. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇതിനകത്ത് ഇടപെടണമെന്ന് പറയാനായിരിക്കുമല്ലോ സ്വാഭാവികമായി ചെല്ലുക. അല്ലെങ്കിൽ ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും ഈ കാര്യം കൂടി ധരിപ്പിക്കുമല്ലോ. അതായത് പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ അറിഞ്ഞിട്ടും അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല, ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു നിസ്സാരനായിട്ടുള്ള വ്യക്തിയല്ല. ഇന്നലെ മിസ്ഡ് കോൾ അടിച്ച് മെമ്പർഷിപ്പിൽ വന്നയാളല്ല അനില്. ദീർഘകാലമായിട്ട് 40-48 വർഷമായിട്ട് അവരെ ഭാര്യ പറയും പോലെ വളരെ ദീർഘകാലമായിട്ട് ഇതിനകത്ത് നിൽക്കുകയാണ്. മറ്റേയും മാംസവും കൊടുത്ത് BJPയോടൊപ്പം നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കരമന ജയന് പകരം പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് ആലോചിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ അനിൽ എന്ന് പറയുന്നത്. യെസ്, വളരെ നന്ദി.